ക്രിസ്മസ് കാലമാണ്. ക്രിസ്മസ് ആശംസകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്മസ് ദിനത്തിൽ കോഴിക്കോട് മലാപ്പറമ്പ് ബിഷപ്പ് ഹൌസിലെത്തി ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലുമായി കൂടിക്കാഴ്ച നടത്തി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇത്തരം കൂടിക്കാഴ്ചയെന്ന് ഡോക്ടർ വർഗീസ് ചക്കാലക്കലും സന്തോഷത്തിന്റെ കൂടിക്കാഴ്ചയെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങളും പറഞ്ഞു. ക്രിസ്മസ് വളരെ സമ്പന്നമായിരിക്കുന്നു. ഇന്നത്തെ ക്രിസ്മസ് എല്ലാവിധത്തിലുള്ള ആശംസകളും അദ്ദേഹം ഞങ്ങൾക്ക് നൽകി. അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ആ നിമിഷങ്ങളിലൊക്കെ ഉണ്ടായത്. മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾ അത് നമ്മൾ കാത്തുസൂക്ഷിക്കണമല്ലോ. അപ്പോൾ ആ മാനുഷിക ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ പറ്റിയ അവസരങ്ങളാണ് ആഘോഷങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിന് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ കേരളത്തിനൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ ഒരു സംസ്കാരമാണ്. പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനസ്സ്. ക്രിസ്മസിന്റെ ഏറ്റവും നല്ല സന്ദേശം മനുഷ്യർക്ക് സമാധാനം എന്നാണ്, പ്രത്യേകിച്ച് സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പം നമുക്കെല്ലാവർക്കും ഈ ക്രിസ്മസ് സന്മനസ്സും ക്ഷമയും സ്നേഹവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. ഹാപ്പി ക്രിസ്മസ് എ കെ അഭിലാഷ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നല്ല സന്തോഷമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഒക്കെ മാതൃകയായി കാട്ടാവുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ രണ്ടുപേരുടെയും പ്രതികരണവും ആ ഒരു സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ടുമാണ് അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും സുജിയ, വളരെ പോസിറ്റീവായി തന്നെ വളരെ ഊഷ്മളമായി തന്നെയുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ന് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി തങ്ങളും അതോടൊപ്പം തന്നെ MK മുനീറുമാണ് ഈ മലാപ്പറമ്പിലെ ബിഷപ്പ് ഹൗസിലെത്തി ചക്കാലക്കൽ പിതാവിനെ കണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്തത്. കഴിഞ്ഞ വർഷം ഇതിന് സമാനമായ രീതിയിൽ തന്നെ സാദിഖ് അലി തങ്ങൾ ഈ സ്ഥലത്തെത്തുകയും അതോടൊപ്പം തന്നെ ബന്ധം പുതുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത്തവണ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ തരത്തിൽ രാഷ്ട്രീയമായും അതോടൊപ്പം തന്നെ സാമുദായികമായും ഒക്കെ വലിയ തരത്തിൽ വെല്ലുവിളികൾ, അതോടൊപ്പം തന്നെ വിവാദങ്ങൾ, അതോടൊപ്പം തന്നെ ഇത് ഏറ്റെടുക്കാനുള്ള ചില ശ്രമങ്ങൾ പല ഭാഗത്തും വരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സന്ദർശനം എന്നുള്ളതാണ് ഇന്നത്തെ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സാദിഖ് അലി തങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്, ഈ ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിനൊപ്പം തന്നെ ഈ മനുഷ്യബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നതിന് ഒരു പാലമായി ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ വഴിത്തിരിവാകട്ടെ എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ചക്കാലക്കൽ പിതാവ് പറയുന്നത് പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയും മറ്റുള്ളവരെ അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യം കൂടി, അത്തരൊരു സന്ദേശം ഇരു നേതാക്കളും അത്തരത്തിലൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സാദിഖ് അലി തങ്ങൾ വളരെ കൃത്യമായി തന്നെ പറയുന്നു, മുനമ്പത്ത് ആളുകളെ കുടിയൊഴിപ്പിക്കലല്ല ലക്ഷ്യം. ഇക്കാര്യത്തിൽ സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം കൂടി അവർ പറയുകയും ചെയ്തു. അതായത് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ, അതായത് മനുഷ്യബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാനും പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് ഇരു നേതാക്കളുടെയും ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ് സുജിയ. ഓക്കെ, എ കെ അഭിലാഷാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ അഭിലാഷ്, ക്രിസ്മസ് ഗംഭീരമായിട്ട് ആഘോഷിക്കല്ലേ അവിടെ? തീർച്ചയായിട്ടും ഗംഭീരമായി തന്നെ ആഘോഷിക്കും തവണ. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ടീമിന് എല്ലാ ക്രിസ്മസ് ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു.